Assalamu alaikum, welcome to Tbsp Candy. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ചായക്കട പലഹാരമാണ് ഉള്ളിവട. എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ മിക്ക വീട്ടിലും ഇഫ്താർ സമയത്ത് ഉണ്ടാക്കുന്നൊരു പലഹാരമാണ്. ഇതുണ്ടാക്കാനായിട്ട് നേരിയതായിട്ട് അരിഞ്ഞ, അതായത് വളരെ തിന്നായിട്ട് അരിഞ്ഞ ഉള്ളി, ഞാൻ 2 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. ഇപ്പോഴും ഉള്ളിവടയ്ക്ക് നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞ സവോള ആണ് വേണ്ടത് കേട്ടോ, എന്നാലേ ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉള്ളിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഉള്ളി നല്ല സോഫ്റ്റ് ആവും. ആ നീര് കളയേണ്ട കാര്യമില്ല, ഉള്ളിയുടെ നീര് കളയേണ്ട കാര്യമില്ല. ഇതിനകത്തേക്ക് നമുക്ക് മൈദാമാവ് ഇട്ട് കൊടുക്കാം. മൈദാമാവ് വളരെ കുറച്ച് ഇട്ട് കൊടുക്കാവൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു ഏകദേശം അളവാണ് കേട്ടോ, കാര്യം സവോളയുടെ വലിപ്പം അനുസരിച്ച് മൈദാമാവ് മാറും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കിൽ മാത്രം ചേർക്കുക അധികമായിട്ട് കേട്ടോ. ഇനി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, ഹോൾ പെരിഞ്ജീരകം കുറച്ച് ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പ കായപ്പൊടി കൂടെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് മൈദമാവിൻ്റെ അളവ് കുറവാണെന്ന് തോന്നുന്നെങ്കിൽ ടേബിൾ സ്പൂൺ കണക്കിന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അല്പം പോലും വെള്ളം ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഉള്ളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രം മതി ഇതിനൊരു ബൈൻഡിങ് ഇത് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, കോൺഫ്ലവർ. കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയൊരു ക്രിസ്പിനെസ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടോ ഉള്ളിവടയ്ക്ക്. ഇനി നന്നായി കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മാറ്റി ഒരു വടയുടെ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട്. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒത്തിരി ലോ ആയി പോയാലും എണ്ണ കുടിക്കും. അതുപോലെ 2-3 എണ്ണത്തിൽ കൂടുതൽ നമ്മൾ ഇടേണ്ട കാര്യമില്ല, എന്നാലും എണ്ണ കുടിക്കും. ഒരുപാട് ഉള്ളിവട ചെറിയൊരു പാത്രത്തിലിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുമ്പോൾ എണ്ണ കുടിക്കും. അപ്പോൾ അത് കാരണം കുറച്ചായിട്ട് 1-2 ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉള്ളിവട എൻ്റെ നാത്തൂൻ ഷമീത ഉണ്ടാക്കുന്ന ഉള്ളിവട കേട്ടോ. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി ഉള്ളിവട നിങ്ങൾക്ക് ഉണ്ടാക്കാം. പ്രത്യേകിച്ചും ഉള്ളിയുടെ ആ ഒരു നല്ല നേരിയതായിട്ട് അരിഞ്ഞ ഉള്ളി, പിന്നെ അത് നമ്മൾ സോഫ്റ്റ് ആവാൻ വെക്കുന്ന സമയം, അതിലേക്ക് ചേർക്കുന്ന മൈദമാവിൻ്റെ അളവ്, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളി ഉള്ളിവട ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മുരിഞ്ഞ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.